നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ലെബനനിൽ ബോംബാക്രമണം നടത്തുന്നത് അമേരിക്ക നിരോധിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ദീർഘകാല സഖ്യകക്ഷിയായ ഇസ്രയേലിനോട് ട്രംപ് കർശന നിലപാടാണ് സ്വീകരിച്ചത്. 10 ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഹിസ്ബുള്ള ഭീഷണി നേരിടാൻ സൈന്യം തെക്കൻ ലെബനനിൽ തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു. ദീർഘകാല സഖ്യകക്ഷിയായ ഇസ്രയേലിനോട് അസാധാരണമായ കർശന സ്വരത്തിലാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇസ്രയേൽ ഇനി ലെബനനിൽ ബോംബിടില്ല, അമേരിക്ക അത് നിരോധിച്ചിരിക്കുന്നു, ഇനി മതി എന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. വ്യാഴാഴ്ച രാത്രി മുതൽ ഇസ്രയേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനുശേഷവും ഹിസ്ബുള്ളയുടെ ഭീഷണി നേരിടാൻ സൈന്യം തെക്കൻ ലെബനനിൽ തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാനുമായി അമേരിക്ക നടത്തുന്ന ചർച്ചകൾക്ക് ലെബനനിലെ സാഹചര്യവുമായി ബന്ധമില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു. ലെബനനെ വീണ്ടും മഹത്തരമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നതായി പ്രഖ്യാപിച്ചുവെങ്കിലും ഇറാനുമേലുള്ള അമേരിക്കൻ നാവിക ഉപരോധം ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് ആണവ സാമഗ്രികൾ അമേരിക്ക പിടിച്ചെടുക്കുമെന്നും ഇതിനായി പണം നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഉപരോധത്തിൽ സഹായിക്കാമെന്ന നാറ്റോയുടെ വാഗ്ദാനം ട്രംപ് നിരസിച്ചു. ആവശ്യമുള്ളപ്പോൾ സഹായിക്കാത്ത നാറ്റോ വെറും പേപ്പർ ടൈഗർ ആണെന്നും അദ്ദേഹം പരിഹസിച്ചു. പകരം സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾക്ക് ട്രംപ് നന്ദി അറിയിച്ചു. മെയ് 2 ആരംഭിച്ച സംഘർഷങ്ങളിൽ ഇതുവരെ 2000-ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രയേൽ സൈന്യം തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറേണ്ടതില്ല എന്നത് ശ്രദ്ധേയമാണ്. 10 ദിവസത്തേക്ക് ഇരുവിഭാഗവും ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ് വ്യവസ്ഥ. എന്നാൽ തെക്കൻ ലെബനനിൽ സൈന്യം തുടരുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിനിർത്തലിനു തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിൽ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ രൂക്ഷമായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ലെബനൻ സർക്കാരും ഇസ്രയേലും തമ്മിലുണ്ടാക്കിയ കരാറിൽ ഹിസ്ബുള്ള ഭാഗമല്ല. ഹിസ്ബുള്ളയെ നിരായുധരാക്കാൻ എന്ന പേരിലാണ് ലെബനനു നേരെ ആക്രമണം തുടങ്ങിയത്. ഹിസ്ബുള്ളയിൽ നിന്ന് ഉറപ്പൊന്നും ലഭിക്കാതെയാണ് ഇപ്പോൾ ഇസ്രയേൽ വെടിനിർത്തിയത്. ആക്രമണം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി. മാർച്ച് 2 മുതൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 2196 പേരാണ് കൊല്ലപ്പെട്ടത്. 8000-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 10 ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ മാസങ്ങളായി ഇസ്രയേൽ തകർത്ത ബെയ്റൂറ്റിന്റെ തെക്കൻ മേഖലകളിലേക്ക് ജനങ്ങൾ തിരിച്ചെത്തി തുടങ്ങി. ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ രാജ്യങ്ങളും സമാധാന നീക്കത്തെ സ്വാഗതം ചെയ്തു. ഇസ്രയേലും ലെബനനും 10 ദിവസത്തെ വെടിനിർത്തലിലേക്ക് കടന്നതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതായി പ്രഖ്യാപിച്ച ഇറാൻ. വാണിജ്യ കപ്പലുകൾക്ക് മാത്രമാണ് പ്രവേശനം. ഇതോടെ ഇനി ഹോർമുസ് വഴി തടസ്സങ്ങളില്ലാതെ കപ്പലുകൾക്ക് സഞ്ചരിക്കാം. വെടിനിർത്തൽ കാലയളവിലേക്ക് മാത്രമാണ് ഹോർമുസ് തുറന്നതെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള US ഉപരോധം തുടർന്നാൽ ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കില്ല എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്. സമാധാന കരാറിൽ എത്തുന്നതുവരെ ഉപരോധം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം ഇറാനുമായുള്ള കരാറിന് തടസ്സങ്ങളൊന്നും അവശേഷിക്കുന്നില്ലെന്ന് ട്രംപ് AFP വാർത്താ ഏജൻസിയോട് പറഞ്ഞതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ 3 ദിവസത്തെ ടെഹ്റാൻ സന്ദർശനം പൂർത്തിയാക്കി. US-ഉമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇറാനിലെ ഉന്നത നേതാക്കളുമായും ചർച്ചക്കാരുമായും കൂടിക്കാഴ്ച നടത്തിയതായി പാകിസ്ഥാൻ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ഖതം അൽ അൻബിയ ആസ്ഥാനത്തിന്റെ കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുള്ളഹി എന്നിവരുമായി മുനീർ ചർച്ച നടത്തിയതായി പ്രസ്താവനയിൽ പറയുന്നു. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന് ചർച്ചയിലൂടെ പരിഹാരം കാണുന്നതിനും മേഖലയിൽ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പാകിസ്ഥാന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തെ ഈ സന്ദർശനം അടിവരയിടുന്നു. വരും ദിവസങ്ങളിൽ ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി സൈന്യം പറഞ്ഞതാണ് ഇത്. ഇതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യൻ കപ്പലുകൾ യാത്ര പുനരാരംഭിച്ചു. മേഖലയിലെ നാവിക ഗതാഗതത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെയാണ് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾ നീങ്ങിത്തുടങ്ങിയത്. അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് തുറന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെയാണ് ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷാ ഭീഷണി ഉയർന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചരക്ക് കപ്പലുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമായി എന്നും കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ സാധിക്കുമെന്നും നാവികസേനാ വൃത്തങ്ങൾ അറിയിച്ചു.
ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേന നിരന്തരമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ സങ്കൽപ്പിന്റെ ഭാഗമായി യുദ്ധക്കപ്പലുകൾ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ധന ഇറക്കുമതിയെ ബാധിക്കാത്ത രീതിയിൽ കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. കടലിടുക്ക് സാധാരണ നിലയിലായതോടെ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ കുറവുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയാണ് എക്സിലൂടെ ഹോർമുസ് തുറന്നതായി അറിയിച്ചത്. ഇറാന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ക്രൂഡ് ഓയിൽ വില 11% തകർന്നടിഞ്ഞു. US ക്രൂഡ് വില ബാരലിന് 11.80% ഇടിഞ്ഞ് $83.52 ബ്രന്റ് ക്രൂഡ് വില 11.39% താഴ്ന്ന് $88.7 എത്തിയിരിക്കുകയാണ്. വില ഇനിയും ഇടിയുമെന്നാണ് സൂചനകൾ. ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞത് US ഡോളർ ഇൻഡെക്സിനെയും തളർത്തിയിട്ടുണ്ട്. 0.5% വരെ ഇടിഞ്ഞ് ഇൻഡെക്സ് 97.65 വരെ എത്തി. ഇതോടെ സ്വർണ്ണവില കുതിച്ചുകയറി. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $80 മുന്നേറി $4,867 കേരളത്തിലും പിന്നാലെ കുതിച്ചുയർന്നു. ഹോർമുസ് തുറന്നെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഓഹരി വിപണികളിലും കുതിച്ചുകയറ്റം കണ്ടിട്ടുണ്ട്. US-ൽ ഡൗ ജോൺസ് 702 പോയിന്റ് ഉയർന്നു. S&P 500 സൂചിക 0.8%, നാസ്ഡാക്ക് 1% എന്നിങ്ങനെയും മുന്നേറ്റത്തിലാണ്. ഇന്ത്യൻ ഓഹരി വിപണികൾ വ്യാപാരം പൂർത്തിയാക്കിയ ശേഷമാണ് ഹോർമുസ് തുറന്നെന്ന റിപ്പോർട്ടുകൾ വന്നത്. അതുകൊണ്ട് ആവേശം നേട്ടമാക്കി മാറ്റാൻ വിപണിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നും നാളെ ഞായറാഴ്ചയും വിപണിക്ക് അവധിയാണ്. ഇന്ന് സെൻസെക്സ് 504 പോയിന്റ് നേട്ടവുമായി 78,493-ലും നിഫ്റ്റി 156 പോയിന്റ് നേട്ടവുമായി 24,353-ലുമാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായി തുറന്നെങ്കിലും ഗതാഗതത്തിന് ഇറാൻ ഉപാധികൾ വെച്ചതായി സൂചന. വിവിധ രാജ്യങ്ങൾ മരവിപ്പിച്ച ഇറാന്റെ സ്വത്ത് വിട്ടുനൽകുന്നതും ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന്റെ സമ്മതത്തോടെ മാത്രം ഇതുവഴി കടന്നുപോകുന്നതും അതിൽപ്പെടും. സൈനിക കപ്പലുകൾക്കുള്ള നിരോധനം തുടരും. ഇതേസമയം US-നും ഇസ്രയേലിനും പുറമെ കൂടുതൽ രാജ്യങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ നീക്കം തുടങ്ങി. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന നീക്കങ്ങൾക്കൊടുവിലാണ് ലെബനനിലെ വെടിനിർത്തലും തുടർന്ന് ഇറാന്റെ പ്രഖ്യാപനവും ഉണ്ടായത്. പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ടെഹ്റാനിൽ ഇറാൻ ഭരണ നേതൃത്വവുമായി ചർച്ച കഴിഞ്ഞ് തിരിച്ചെത്തി. US-ഇറാൻ ചർച്ചയുടെ അടുത്ത ഘട്ടം അടുത്തയാഴ്ച പാകിസ്ഥാനിൽ നടക്കും. 21-നാണ് താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കുന്നത്. നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദി അറേബ്യ, ഖത്തർ സന്ദർശനത്തിനു ശേഷം തുർക്കിയിലെത്തി. അദ്ദേഹം ഇന്ന് US പ്രതിനിധികളെയും കാണും. സംഘർഷം അവസാനിച്ചാൽ ഹോർമുസ് വഴിയുള്ള ഗതാഗതം സുഗമവും സുരക്ഷിതവുമാക്കാൻ 50-ലധികം രാജ്യങ്ങൾക്ക് പങ്കാളിത്തമുള്ള ദൗത്യവുമായി മുന്നോട്ടു പോകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും പറഞ്ഞു. കടലിടുക്ക് സുരക്ഷിതമാക്കാനുള്ള ദൗത്യത്തിൽ സഹായിക്കാമെന്ന് നാറ്റോ US-നെ അറിയിച്ചെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഹായ വാഗ്ദാനം നിരസിച്ചു. ജർമ്മനിയും സഹായ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ലെബനനിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചതിനു തൊട്ടു പിന്നാലെയാണ് കപ്പൽപാത തുറന്ന് ഇറാന്റെ പ്രഖ്യാപനവും ഉണ്ടായത്. ലെബനനിൽ ബോംബിടുന്നതിൽ നിന്ന് ഇസ്രയേലിന് നിരോധനം ഏർപ്പെടുത്തിയതായി ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. US-ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ ഇറാൻ സമ്മതിച്ചെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പാകിയ മൈനുകൾ US സഹായത്തോടെ ഇറാൻ തന്നെ നിർവീര്യമാക്കിയതായും ട്രംപ് പറഞ്ഞു. ഇറാനുമായി ബന്ധമുള്ള കപ്പലുകളെ ഹോർമുസിന് പുറത്തും ലക്ഷ്യമിടുന്നു എന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. എണ്ണ, ലോഹങ്ങൾ എന്നിവയ്ക്ക് പുറമെ സൈനികമായി ഉപയോഗിക്കാവുന്ന ഏതുതരം ഉൽപ്പന്നവും കൊണ്ടുപോകുന്ന കപ്പലുകളെ ആക്രമിക്കും. മലയാളി വാർത്ത ഇൻസൈഡ്.